ഹായ് ഗൈസ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അനിയെ കാണാതായിരിക്കുകയാണ് കേട്ടോ. അനിയപ്പോൾ എവിടെ പോയി, എന്തായി, ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ ഉള്ള പേടിയാണ് എല്ലാവർക്കും. പ്രത്യേകിച്ച് നന്ദുവിനും അതുപോലെ നയനയ്ക്കും ഒക്കെ. അങ്ങനെ നന്ദുവും അതുപോലെ നയനയൊക്കെ പോകുമ്പം അനിയെ കണ്ടെത്തുകയാണല്ലോ. ആ ഒരു റെയിൽവേ ട്രാക്കിലൂടെ നടന്നു പോകുന്ന അനിയെ കണ്ടെത്തുകയാണ്. അതിനൊക്കെ ശേഷമാണ് കേട്ടോ നമ്മുടെ അനി ഒരു തീരുമാനം എടുക്കുക. എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം പറ്റില്ല, നന്ദുവും മൊത്തമല്ലാതെ ഒരു ജീവിതം എനിക്ക് പറ്റില്ല എന്ന് തീരുമാനിക്കുക. ആ ദേഷ്യത്തിന് അങ്ങോട്ട് ചെല്ലുകയാണ് നമ്മുടെ അനാമികയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുക. എന്നിട്ട് അനാമികയോട് പറയുന്നുണ്ട്, നിനക്ക് എന്നെ ഒന്ന് വെറുതെ വിടാൻ പറ്റുമോ എന്ന് ചോദിക്കുക. എനിക്കൊരു ഡിവോഴ്സെങ്കിലും നിനക്ക് തരാൻ പറ്റുമോ എന്ന് ചോദിക്കുക. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, ഇല്ല ഞാൻ തരില്ല, നീയും നന്ദു ഒന്നിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുക. അപ്പോഴേക്കും അനി പറയുന്നുണ്ട്, ഞാനിപ്പോൾ റെയിൽവേ ട്രാക്കിൽ കൂടെ നടന്നു പോയപ്പോൾ ആദർശേട്ടനൊക്കെ വന്നതുകൊണ്ടാണ് ഞാനൊന്നും ഇവിടെ വന്നത്. പക്ഷേ ഇനി നീ എന്നെ പ്രതീക്ഷിക്കേണ്ട, നിൻ്റെ പേരെഴുതി വെച്ചിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുമ്പം അനാമിക പറയാം നീ ചെയ്തോളാൻ പറയുമ്പം താലിമാലയൊക്കെ അങ്ങ് വലിച്ച് പൊട്ടിക്കുകയാണ് നമ്മുടെ അനി. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അനിയെ കാണാതെ വെപ്രാളം പിടിച്ച് നടക്കുകയാണ് കേട്ടോ നമ്മുടെ നന്ദു ആണെങ്കിൽ അന്വേഷിക്കുന്നുണ്ട്. സ്റ്റേഷനിലെല്ലാം കൊടുക്കാറ്, എവിടെയെങ്കിലും അനിയെ കണ്ടെത്തുന്നുണ്ടോ എങ്കിൽ വിവരം അറിയിക്കണമെന്ന് എല്ലാ സ്റ്റേഷനിലേക്കും പറയാണ്. അപ്പോൾ പെട്രോളിങ്ങിനൊക്കെ പോകുന്ന പോലീസുകാരും എല്ലാവരോടും വിവരം പറയുന്നുണ്ട് കേട്ടോ നന്ദു അങ്ങനെ ടെൻഷൻ അടിച്ച് അന്വേഷിച്ച് നടക്കുക. അതുപോലെ തന്നെ നമ്മുടെ ആദർശൻ നയനയും ഇത്രയും സമയമായിട്ട് അനിയെ കിട്ടുന്നില്ല വിളിച്ചിട്ട്. അവനിത് എവിടെ പോയി, ഫ്രണ്ട്സിൻ്റെ എല്ലാം വീട്ടിൽ പോയി ചോദിക്കുന്നുണ്ട്, എന്നിട്ടൊന്നും അനിയെക്കുറിച്ച് ഒരു വിവരവും ഇല്ല. അങ്ങനെ വഴിയിലെല്ലാം ഇവർ നോക്കി നടക്കുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് നയനോട്, അവനെ കാണട്ടെ, ഞാൻ 2 എണ്ണം പൊട്ടിക്കുന്നുണ്ട്, അവൻ എന്ത് വിചാരിച്ചിട്ടാണ് ഈ നടക്കുന്നതെന്ന് അറിയണമല്ലോ, ഇതിപ്പോൾ കുറച്ചായല്ലോ ഇവന് ഇങ്ങനെയുള്ള പണി തുടങ്ങിയിട്ട് എന്നൊക്കെ പറയുമ്പോൾ നയനയും പറയാണ് കേട്ടോ, അങ്ങനെയൊക്കെ പറയാതെ ആദർശേട്ടാ, ഒരാൾ തല്ലിയതിൻ്റെ ഫലമായിട്ടാണ് ഇതേ ഇപ്പം അവനെ കാണാതെ പോയിരിക്കുന്നത്. കുറച്ച് നാൾ മുമ്പ് ഇങ്ങനെ മനസ്സിൽ വിഷമം താങ്ങാൻ വയ്യാതെ അവൻ ആൾത്തറയിൽ പോയി കിടന്നു. ഇതിപ്പോൾ ഇങ്ങനെ, ഇവൻ എന്താ ഈ ചെയ്തു കൂട്ടുന്നത്? ആദർശേട്ടൻ അവനെ കണ്ടെത്തിയാലും ഒന്നും പറയാനൊന്നും പോകണ്ട, അവൻ്റെ മനസ്സിൽ വല്ലാത്ത വിഷമമൊക്കെയാ, എന്തെങ്കിലും ചെയ്താൽ എന്താവും അറിയില്ല എന്നൊക്കെ പറയുകയാണ്. അതേസമയം ഇവരിങ്ങനെ നോക്കി നടക്കുമ്പോഴാണ് അനി നമ്മൾ റെയിൽവേ ട്രാക്കിൽ കൂടി ഇങ്ങനെ നടന്നു പോവുക. ആകെപ്പാടെ മനസ്സ് തളർന്ന് അനി മനസ്സിലിങ്ങനെ വിചാരിക്കുക, എന്തായാലും ആരുടെ മുമ്പിൽ തോക്കാനൊന്നും പോകുന്നില്ല, എനിക്കിത് സഹിക്കാൻ പറ്റില്ല, എനിക്ക് നന്ദുവിനെ ഇനി നഷ്ടപ്പെടാൻ പറ്റില്ല. ആ CIO ആയിട്ട് നന്ദുവിൻ്റെ വിവാഹം ഉറപ്പിച്ചു, ഇനിയിപ്പം എനിക്ക് എൻ്റെ നന്ദുവിനെ ഒരിക്കലും കിട്ടില്ല തിരികെ. നന്ദു ആണെങ്കിലും ആ വിവാഹത്തിന് സമ്മതിച്ചു. അവളുടെ വീട്ടുകാരും പറഞ്ഞു ഇനി ഞാൻ അവളുടെ പുറകെ നടക്കരുതെന്ന്. അവളും ആ CIO ആയിട്ടുള്ള വിവാഹം നടന്നാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല, എൻ്റെ നന്ദുവിനെ എനിക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ല. അനാമിക അവൾ ഒരുത്തി ഇതിനെല്ലാം കാരണം. ആ പിശാചിൻ്റെ കൂടെ എനിക്കിനി ജീവിക്കാനേ പറ്റില്ല. അവളാണെങ്കിൽ എനിക്ക് ഡിവോഴ്സ് തന്നൊരു മോചനം പോലും തരികയില്ല. ഇതിലൊക്കെ ഭേദം ഞാൻ മരിക്കുന്നതാണ്. കാരണം ഇങ്ങനൊരു ജീവിതത്തിൽ നല്ലത് ഇവിടുന്ന് മുക്തി കിട്ടുന്നതാണ്. ഒരു ട്രെയിൻ വന്ന് ഇടിച്ച് ചത്താൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അനി ഇങ്ങനെ നടക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ നയനയും ആദർശവും അതുവഴി വരുമ്പോൾ അവർ കാണുകയാണ് കേട്ടോ. അതിനു മുമ്പ് തന്നെ പെട്രോളിങ്ങിന് പോകുന്ന പോലീസുകാർ അനിയെ കാണുന്നുണ്ട്, നന്ദുവിനോട് വിളിച്ച് പറയുന്നുണ്ട് ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് വെച്ച് കണ്ടെന്ന്. അങ്ങനെ നന്ദു റെയിൽവേ ട്രാക്കിൻ്റെ അങ്ങോട്ട് വരികയാണ്. ആ സമയത്ത് തന്നെ നമ്മുടെ ആദർശം നയനയും വരുമ്പം അനി ഇങ്ങനെ നടന്നു പോകുന്ന കണ്ട് നയന ആദർശനോട് പറയുന്നുണ്ട്, ആദർശേട്ടാ അവൻ്റെ അനി പോകുന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വണ്ടി നിർത്തി ഓടിച്ചെല്ലുവാണ് ഇവർ. അനിന്ന് വിളിക്കുക ആദർശ്, എടാ അനി നിൽക്കടാന്ന് പറഞ്ഞ് ഓടിച്ചെല്ലുക. അപ്പോൾ ഇവർ വിളിക്കുന്ന കാണുമ്പോൾ അനി തിരിഞ്ഞ് നോക്കി പെട്ടെന്ന് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് ട്രെയിൻ വരുന്ന സമയമൊക്കെ ആവുക. ആ സമയത്ത് ആദർശ് ഓടി ചെന്നിട്ട് അനിയെ പിടിച്ച് വലിച്ച് ട്രാക്കിൽ നിന്ന് ഇങ്ങനെ ഇറക്കി ഒറ്റ ഒരെണ്ണം വെച്ച് കൊടുക്കുക. എന്താടാ നീ കാണിക്കുന്നത്? നീ ഇപ്പോൾ ഈ ട്രാക്കിൽ കൂടെ നടക്കുന്ന എന്തിനാടാന്ന് ചോദിക്കുക. നിനക്ക് ഇപ്പോൾ ആത്മഹത്യ ചെയ്യാൻ എന്ത് പ്രശ്നം ഉണ്ടായിട്ടാടാ? നിന്നെ സ്നേഹിക്കുന്ന മറ്റുള്ളവരെ കുറിച്ചൊന്നും നീ ചിന്തിക്കുന്നില്ലേ? നിനക്കും കൂടെ വേണ്ടിയിട്ടല്ലേ ആനന്ദപുരിയിലുള്ളവർ ജീവിക്കുന്നത്. ഈ ബിസിനസ്സൊക്കെ ചെയ്ത് കുറേ പണം ഉണ്ടാക്കുന്നുണ്ടല്ലോ നമ്മൾ, അത് നമുക്കെല്ലാവർക്കും സന്തോഷമായിട്ട് ജീവിക്കാനല്ലേ. ഇപ്പം ആത്മഹത്യ ചെയ്യാൻ മാത്രം നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടായത്? നിന്നെ സ്നേഹിക്കുന്നവരെക്കുറിച്ച് നീ ചിന്തിക്കുന്നില്ലേ? മുത്തശ്ശിയെക്കുറിച്ച് നീ ചിന്തിച്ചോ? ഇല്ലല്ലോ. എന്നെക്കുറിച്ച് നീ ചിന്തിച്ചോ? നീ ഇങ്ങനെ ആയി പോയല്ലോ അനി എന്നൊക്കെ പറയുക. അപ്പോൾ അനി അങ്ങ് പൊട്ടിക്കരയുക. ആ കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ നന്ദു അവിടെ എത്തുക പോലീസുകാരുമായിട്ട്. നന്ദു അങ്ങോട്ട് ഓടിച്ചെല്ലുമ്പോൾ നന്ദുവിനെ കാണുമ്പോൾ അനി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ നന്ദുവിനെ കാണുമ്പോഴേക്കും നന്ദുവിനോട്
പറയുന്നുണ്ട് കേട്ടോ നയന. ദേ ഇവൻ ഈ ട്രാക്കിൽ കൂടെ നടക്കുമായിരുന്നു, കണ്ടില്ലേ ട്രെയിൻ പോയത്? ഓരോ നിമിഷം വൈകിയിരുന്നെങ്കിൽ, ഞങ്ങളെത്താൻ ഓരോ നിമിഷം വൈകിയിരുന്നെങ്കിൽ എന്താവുമായിരുന്നു അവസ്ഥ? ഇവൻ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് പറയാം. അപ്പം നന്ദു അങ്ങോട്ട് ചെന്ന് ചോദിക്കുക, അനി നീ എന്താ കാണിക്കുന്നത്? നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ഇങ്ങനൊന്നും ചെയ്യരുതെന്ന്. ഇതിനു മുമ്പ് നീ പലപ്പോഴും എന്നോട് ഭീഷണി മുഴക്കി ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് നീ ശ്രമിച്ചിട്ടുമുണ്ട്. നീ അന്ന് അമ്പലത്തിലെ ആട്ടറയിൽ പോയി കിടന്നപ്പോഴും ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ പേരിൽ നീ ഇങ്ങനെ പോയി കിടക്കരുത്. നിന്നെ ഓർത്ത് വിഷമിക്കുന്നവർ, നിന്നെ കാണാതാവുമ്പോൾ വിഷമിക്കുന്നവർ എത്ര പേരുണ്ട്. ഞാൻ തന്നെ എന്തുമാത്രം ടെൻഷൻ അടിച്ചു, നീ എവിടെ പോയി നോർത്ത്, എന്താകുമെന്ന് ഓർത്ത് എന്നൊക്കെ ഇങ്ങനെ നന്ദു അങ്ങ് അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് പറയുമ്പോഴേക്കും അനി നന്ദുവിനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. അപ്പം നന്ദുവും പോയിട്ട് അനിയെ അങ്ങ് കെട്ടിപ്പിടിക്കുക. ആദർശം നയനയൊക്കെ അവിടെ നിൽപ്പുണ്ട്. എല്ലാവർക്കും ഭയങ്കര വിഷമാവുക. അനിയാണെങ്കിൽ പൊട്ടിക്കരയാണ്. എന്നിട്ട് പറയാണ്, എല്ലാവരും എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് കൈ കൂപ്പുക. എന്നിട്ട് പറയാം, ഞാൻ വേറൊരു മാർഗം കണ്ടില്ല, എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ എനിക്ക് പറ്റിയില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തതെന്ന് പറയാണ്. ഞാൻ പല മാർഗങ്ങളും നോക്കി, നന്ദുവിനെ മറക്കാൻ എനിക്ക് പറ്റുന്നില്ല. നന്ദുവിൻ്റെ വിവാഹം ആ CIU ആയിട്ട് ഉറപ്പിച്ചെന്നറിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് വിഷമമാണ്. അയാളാണെങ്കിൽ അതുപോലൊരു മനുഷ്യൻ, അയാളുടെ കൂടെ നന്ദു പോകുമ്പം എനിക്ക് സഹിക്കാൻ പറ്റില്ല. നന്ദുവിൻ്റെ വീട്ടിൽ നേരിട്ട് ചെന്ന് ഞാൻ വിവാഹം ആലോചിച്ചതാണ്. അപ്പം ഇവളുടെ അച്ഛനും അമ്മയും കൂടി പറഞ്ഞു, ഇതൊരിക്കലും നടക്കില്ല, നന്ദുവും CIU ആയിട്ടുള്ള വിവാഹം മാത്രമേ നടക്കുള്ളൂ, നീ ഇനി നന്ദുവിൻ്റെ പുറകെ നടക്കരുതെന്ന് പറഞ്ഞു. അതും കൂടി കേട്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അതിൻ്റെ പേരിൽ ഞാൻ അവരുടെ അടുത്ത് പോയതാണ്, കുറച്ച് മദ്യപിച്ച് ബോധമില്ലാതെ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ച്. പക്ഷേ അവരും അത് സമ്മതിച്ചില്ല. എനിക്ക് മദ്യം നൽകരുതെന്ന് ആദർശേട്ടനും മുത്തശ്ശനും ഒക്കെ ഏൽപ്പിച്ചിരിക്കുകയെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. എൻ്റെ മനസ്സ് നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് മരിക്കാൻ തീരുമാനിച്ചത്. ആദർശേട്ടനും നയനടുത്തേയും വരാൻ ഒരു നിമിഷം താമസിച്ചിരുന്നെങ്കിൽ ഞാൻ ഈ ലോകത്തൊന്ന് പോയേനെ, എന്നേക്കുമായി ആർക്കും ഒരു ശല്യവും ഇല്ലാതെ എന്നിങ്ങനെ പറയുമ്പം ആദർശ് പറയാ, ആർക്ക് ശല്യം ഉണ്ടെന്നാണ് പറഞ്ഞത് നിന്നെക്കൊണ്ട്? നിന്നെ ഓർത്ത് വിഷമിക്കുന്നവരെ അനന്തപുരിയിലുള്ളൂ. നീ മുത്തശ്ശിയെ ഓർത്തോ? നിന്നെ കാണാതായപ്പോൾ തൊട്ട്, വിളിച്ചിട്ട് വിവരമൊന്നും ഇല്ലയെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് അവരെന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്നറിയാവോ? എന്നെ വിളിച്ച് മുത്തശ്ശൻ പ്രത്യേകം പറഞ്ഞു, അവനെവിടെയാണെങ്കിലും കണ്ടുപിടിക്കണം, അവൻ്റെ മനസ്സ് ഒരുപാട് വിഷമിച്ചാണ് അവൻ പോകുന്നത് എന്നൊക്കെ. അതുപോലെ നിൻ്റെ അച്ഛനും അമ്മയും അനന്തപുരിയിലുള്ളവരെല്ലാവരും നീ ഇല്ലാതായ എങ്ങനെ ജീവിക്കുമെന്ന് നീ ആലോചിച്ചോ? നിനക്ക് എന്തിൻ്റെ കേടായിരുന്നു നീ? നന്ദുവുമായിട്ടുള്ള വിവാഹം നടക്കുകയെന്ന് കാണുമ്പോൾ നീ മരിക്കുകയാണോ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. പനി പറയാം, അതുകൊണ്ട് മാത്രമല്ല ആ അനാമിക, അവളുടെ കൂടെയുള്ള ജീവിതം ഓർക്കുമ്പോൾ എനിക്ക് മരിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറയാണ്. അവൾ ഒരിക്കലും എനിക്കൊരു മോചനം തരികയില്ല. അവളോട് ഞാൻ പല പ്രാവശ്യം ഡിവോഴ്സിനെ കുറിച്ച് സംസാരിച്ചതാ, ആവശ്യപ്പെട്ടതാ. പക്ഷെ അവൾ പറയുന്നത് അവൾ ഒരിക്കലും അത് തരില്ലെന്നാ. തന്നാ ഞാനും നന്ദുവും കൂടി ഒരുമിച്ച് ജീവിക്കുമെന്ന്, ആ പിശാചിൻ്റെ കൂടെ ജീവിച്ച് ഞാൻ തീർക്കണമെന്ന്, ആ നരകത്തിൽ കിടന്ന് ജീവിക്കണമെന്ന്. എനിക്കതിന് പറ്റില്ല. അനാമികയുടെ മുഖം ഓർക്കുമ്പം എനിക്ക് മരിക്കാനാണ് തോന്നുന്നതെന്നൊക്കെ അനി പറയുമ്പം നയന പറയാ, അതുകൊണ്ട് നീ ഇതാണോ ചെയ്യേണ്ടത്? അനാമിക നമ്മുടെ കുടുംബത്തോട് ചെയ്ത ദ്രോഹങ്ങളൊന്നും അവിടന്തപുരിയിൽ ആരും മറന്നിട്ടില്ല. പത്രസമ്മേളനം നടത്തി ആദർശേട്ടനെ മോശക്കാരനാക്കിയതും നീ ആരും മറന്നിട്ടില്ല. ഇനിയിപ്പം നിന്നെയും നിൻ്റെ അമ്മയൊക്കെ ആയിരിക്കും അവൾ മോശക്കാരനാക്കാൻ പോകുന്നത്. കാരണം നിൻ്റെ ഡിവോഴ്സ് വേണം അവൾക്ക്. അനന്തപുരിയിലെ സ്വത്തുക്കൾ കൂടുതൽ കിട്ടണം, അതാണ് അവളുടെ ആവശ്യം. അത് നീ മനസ്സിലാക്കണി. അതുപോലെ തന്നെ നീ മരിച്ചാൽ അവൾക്കൊരു ചുക്കുമില്ല, അതും നീ മനസ്സിലാക്കണം. കാരണം ഇപ്പോഴും നിൻ്റെ ഭാര്യ എന്ന പദവി അവൾക്കുണ്ട്. നീ മരിച്ചാൽ അവൾ നിൻ്റെ വിധവയാകും, അനന്തപുരിയിലെ സ്വത്തുക്കളുടെ അവകാശിയാവും. അതുമാത്രമേ അവളുടെ ലക്ഷ്യമുള്ളെന്ന് നീ മനസ്സിലാക്കണം. എന്നിട്ടാണോ അനി നീ ഈ കടുക്കൈ ചെയ്യാൻ പോയത്? ഇനി നീ ഒന്നും മിണ്ടണ്ടെന്ന് പറയാണ്. വണ്ടി കയറാൻ പറയാം. അപ്പം അനി പറയുന്നുണ്ട്, ഇല്ല ഞാൻ വണ്ടി കയറില്ല, എനിക്ക് ഒരിടം വരെ പോകണം, എനിക്ക് എന്ന് പറയാം. അപ്പം ആദർശ് പറയാം, ഈ രാത്രിയിൽ നീ എങ്ങും പോകുന്നില്ല, നീ വീട്ടിലോട്ട് വരാൻ പറയാണ്. അപ്പോഴേക്കും ഉടനെ തന്നെ നന്ദുവും പറയാം, അനി നീ ഇങ്ങനെയൊക്കെ ചെയ്താൽ ബാക്കിയുള്ളവരുടെ മനസ്സുകൂടി വേദനിക്കുന്ന നീ മനസ്സിലാക്കണം. നീ ദയവ് ചെയ്ത് ഇനി ഒരിക്കലും ഇങ്ങനൊന്നും ചെയ്യരുത്, അതുകൊണ്ട് നീ നേരെ വീട്ടിലേക്ക് പോകാൻ പറയാണ്. അപ്പം എല്ലാവരോടും നിർബന്ധിക്കുമ്പം അനി വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ, വണ്ടിയിൽ കയറി. അങ്ങനെ അനിയെയും കൊണ്ട് ആദർശം നയനയും കൂടി അനന്തപുരിയിൽ ചെന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും അതുപോലെ തന്നെ ജാനകിയും ജലജയും എല്ലാവരും ഇറങ്ങി വരുന്നുണ്ട്. അപ്പോഴേക്കും അജയൻ അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ചോദിക്കുക, എടാ നീ നിൽക്കടവിടെ, നീ എവിടെയായിരുന്നു ഇത്രയും നേരം? നിന്നെ വിളിച്ചിട്ടെന്താ നീ ഫോൺ എടുക്കാഞ്ഞത്? ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച് നീ എവിടെ പോയിരിക്കുകയായിരുന്നു? ആരെ പേടിപ്പിക്കാനാടാ നീ ഇതൊക്കെ ചെയ്യുന്നത്? ഇത് പല പ്രാവശ്യം ആയല്ലോ നീ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട്, ഇത്രയേ ഉള്ളോ നീ എന്നൊക്കെ ചോദിച്ച് അജയൻ അങ്ങ് ദേഷ്യപ്പെടുകയാണ്.
അപ്പോഴേക്കും നമ്മുടെ ജാനകിയും വന്നിട്ട് പറയാം, എടാ നിനക്കെന്താ നന്ദുവിനെ കിട്ടാഞ്ഞിട്ടുള്ള വിഷമാണോ? അവളുടെ കല്യാണം ആ CI ആയിട്ട് ഉറപ്പിച്ചെന്ന് അറിഞ്ഞപ്പോൾ തൊട്ടാണല്ലോടാ നിനക്ക് ഈ വിഷമം. നീ അവൾക്ക് വേണ്ടി ചാകാനും നടക്കുകയാണോ? അപ്പോൾ ഈ വീട്ടിലുള്ള ഞങ്ങളെക്കുറിച്ചൊന്നും നിനക്ക് ചിന്തയില്ല, നിന്റെ ഭാര്യ അനാമികയെക്കുറിച്ചൊന്നും നിനക്ക് ചിന്തയില്ലല്ലേ? ആ കുട്ടി എത്രമാത്രം വിഷമിച്ചാണ് ഇവിടുന്ന് പോയതെന്ന് നിനക്കറിയില്ലേ? എന്നിട്ടും നീ ആ നന്ദുവിന് വേണ്ടി ചാകാൻ നടക്കുന്നു. നാണം കെട്ടവൻ, പോയി ചത്തൂടായിരുന്നോ? നീ എന്തിനാ തിരിച്ചു വന്നത്? എന്തിനാ ഇവനെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവന്നത് എന്നൊക്കെ ജാനകി ചോദിക്കുമ്പം ആദർശ് പറയണേ, ഇളയമ്മ ഒന്നും പറയണ്ട അവനെ ഇനി. അവൻ്റെ മനസ്സിൻ്റെ വിഷമം കൊണ്ട് അങ്ങനെ ചെയ്തതാ. ഇനി അവൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. ഞങ്ങൾ ചിലപ്പോൾ കയ്യോടെ കിട്ടിയത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നെന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾ ചെല്ലുമ്പോൾ ഇവൻ റെയിൽവേ ട്രാക്കിലൂടെ നടന്നു പോവായിരുന്നു. ആ കറക്റ്റ് സമയത്ത് ഞങ്ങൾ ചെന്നതുകൊണ്ട് മാത്രമാണ് ഇവനെ കണ്ടത് എന്നൊക്കെ പറയാം. അപ്പം മുത്തശ്ശൻ ചോദിക്കുക, എടാ അനി, എന്താ ഇവർ പറഞ്ഞത്? നീ ആത്മഹത്യ ചെയ്യാൻ നടക്കുകയായിരുന്നെന്നോ? ഈ അനന്തപുരിയിലെ കൊച്ചുമോനെ നിനക്ക് എന്തിൻ്റെ കുറവുണ്ടായിട്ടാടാ നീ ആത്മഹത്യ ചെയ്യുന്നത്? ഇതിലും എത്രമാത്രം ദുരിതങ്ങളുള്ള മനുഷ്യർ ജീവിക്കുന്നുണ്ടടാ. നിനക്കൊക്കെ അഹങ്കാരമല്ലേ അനി എന്ന് ചോദിക്കുക. ഇനി നീ ഒന്നും പറയണ്ട, നന്ദുവിൻ്റെ പുറകെ നടക്കാൻ നീ യോഗ്യനല്ലെന്ന് പറയാം. നന്ദുവിനെ പോലെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ നിനക്കൊരു യോഗ്യതയില്ല. അതാ നീ കാണിക്കുന്നത്. ആ കുട്ടി എത്രമാത്രം കഷ്ടപ്പെട്ട് എത്രമാത്രം മനോധൈര്യമുള്ള ഒരു പെൺകുട്ടിയാണ്. അതിൻ്റെ പുറകെ നടക്കാൻ നിന്നെ പോലൊരു ആത്മഹത്യ ചെയ്യാൻ ഇങ്ങനെ തുനിഞ്ഞ് നടക്കുന്നവനെ കൊണ്ട് എന്ത് യോഗ്യതയുള്ളതെന്നൊക്കെ മുത്തശ്ശൻ ചോദിക്കുക. മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞങ്ങളെക്കുറിച്ച് നീ ആലോചിച്ചോ? ഞാനെന്തേ ഇയാളും ഇത്രയും പ്രായമായിട്ട് ഇങ്ങനെ ഇരിക്കുക, ഞങ്ങളെക്കുറിച്ച് നീ ആലോചിച്ചോ എന്ന് ചോദിക്കുക ആത്മഹത്യ ചെയ്യാൻ പോയപ്പം. അപ്പോൾ അനിക്കങ്ങ് വിഷമാവും. അനി പറയും, മുത്തശ്ശ ക്ഷമിക്കണം, ഞാൻ അങ്ങനെ ചെയ്തു പോയി, തെറ്റായിപ്പോയി. ഇനി ഞാൻ അങ്ങനെ ഒരു കാര്യത്തിന് ശ്രമിക്കുകയില്ല എന്ന് പറയണം. ഒരിക്കലും ഇനി ഞാൻ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുകയല്ല. അതുമാത്രമല്ല, നന്ദുവിൻ്റെ പുറകെ ഞാൻ നടക്കുകയില്ല. അവൾക്ക് നല്ലത് വരണം, അതേ ഉള്ളൂ എൻ്റെ ആഗ്രഹം. അവളുടെ വിവാഹം CI ആയിട്ട് നടക്കുന്നതിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല. ഞാൻ ഇനി അതിൻ്റെ പേരിൽ പ്രശ്നമാക്കില്ല. എൻ്റെ മനസ്സിൻ്റെ വിഷമം അതെൻ്റെ മനസ്സിൽ തന്നെ ഇരിക്കും. ഇനി നന്ദുവിൻ്റെ വീട്ടുകാരെ ഒന്നും ബുദ്ധിമുട്ടിക്കില്ല. അതുപോലെ ഇവിടെ ആരെയും ഞാൻ വിഷമിപ്പിക്കില്ല. മുത്തശ്ശനും മുത്തശ്ശി എന്നോട് ക്ഷമിക്കണം. നിങ്ങളോട് ഞാൻ ചെയ്തത് വലിയ തെറ്റായിപ്പോയി. നിങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ എൻ്റെ സ്വന്തം കാര്യം മാത്രം ചിന്തിച്ചത് കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എല്ലാവരും എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് കൈ കൂപ്പുക. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ ക്ഷമയൊന്നും ചോദിക്കണ്ട. ഇനി ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് നീ ആലോചിക്കുകയേ ചെയ്യരുത്. നീ നിൻ്റെ ജോലിയിലൊക്കെ വ്യാപൃതനായി ജീവിച്ചാൽ മതി എന്ന് പറയാം. ശരി മുത്തശ്ശ, ഇനി ഞാനൊരു ആത്മഹത്യയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയല്ല. എൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണം വിട്ടപ്പം ഞാൻ അങ്ങനെ ചെയ്തു പോയെന്നേ ഉള്ളൂ. എന്നോട് നിങ്ങളെല്ലാവരും ക്ഷമിക്കണം എന്നൊക്കെ പറയാം. അങ്ങനെ ആദർശ് പറയാം, മതി മതി, നീ കയറി വാ, റൂമിലേക്ക് പോകുന്നു പറഞ്ഞ് റൂമിലേക്ക് കയറ്റി വിടുകയാണ് അനിയെ. അനിയാണെങ്കിൽ റൂമിൽ ചെന്ന് കഴിയുമ്പോഴും എനിക്ക് ഭയങ്കര വിഷമാണ് കേട്ടോ ഇതൊക്കെ ആലോചിച്ചിട്ട്. എന്നിട്ട് അനി സ്വയം വിചാരിക്കുക, ഇല്ല, നന്ദുവിനെ ഇനി ഞാൻ ബുദ്ധിമുട്ടിക്കില്ല. നന്ദുവിൻ്റെ വിവാഹം ആ CI ആയിട്ട് കഴിയുന്നെങ്കിൽ അങ്ങനെ ആവട്ടെ, അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ. എൻ്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഞാൻ ഇനിയൊന്നും ചെയ്യില്ല. ഞാൻ എൻ്റെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും ആദർശേട്ടനെയും ഒന്നും വിഷമിപ്പിക്കുകയല്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയൊക്കെ ചെയ്യുകയാണ്. അങ്ങനെ രാത്രിയിൽ കിടന്നുറങ്ങുക. അപ്പോഴും നമ്മുടെ അനിക്ക് ചിന്ത അനാമികയെക്കുറിച്ചിട്ടാണ് കേട്ടോ. അനാമികയുമൊത്തുള്ള ജീവിതത്തെക്കുറിച്ചും അനാമിക ഇങ്ങനെ അനിയെ വെല്ലുവിളിക്കുന്നതൊക്കെ അനി ഇങ്ങനെ സ്വപ്നം കാണുക. എന്നിട്ട് മനസ്സിൽ അപ്പോഴും വിചാരിക്കുന്നുണ്ട്, ഇവളോടൊപ്പം ജീവിച്ച് പോകാൻ പറ്റില്ല, എനിക്ക് ഇവളിൽ നിന്നൊരു മോചനം വേണം, അതുകൊണ്ട് എനിക്ക് ഡിവോഴ്സ് വേണം. എന്ത് കൊടുത്താലും വേണ്ടില്ല, എത്ര ഷെയർ കൊടുത്താലും അനാമികയിൽ നിന്ന് എനിക്കൊരു മോചനം വേണം. ഞാൻ അവളെ പോയി കാണാൻ പോവാണ്. കണ്ടിട്ട് അവൾ ആവശ്യപ്പെടുന്ന നഷ്ടപരിഹാരം എത്രയാണെന്ന് വെച്ചാൽ അത് കൊടുക്കും, ഉപേക്ഷിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അനന്തപുരി തറവാടിനെ അതുപോലെ മോശക്കാരനാക്കി മുത്തശ്ശനെയും ആദർശേട്ടനെയും കുറിച്ച് അവൾ മാധ്യമങ്ങളിൽ വന്നിരുന്ന എന്തെല്ലാം വൃത്തികേടുകളാണ് പറഞ്ഞത്. അങ്ങനെ ഒരുത്തിയെ ഇനി തിരിച്ച് ഈ അനന്തപുരിയിലേക്ക് കയറ്റാനൊന്നും ഞാൻ സമ്മതിക്കില്ല. അടുത്ത ദിവസം തന്നെ ഞാൻ അവളെ പോയി കണ്ട് സംസാരിക്കും. അവൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആ ആർത്തി പണ്ടാരത്തിന് കൊടുത്ത് ഞാൻ ഒഴിവാക്കും എന്നൊക്കെ അനി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതേസമയം നമ്മുടെ അഭിയും ജലജയും കൂടി ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ ജലജ പറയാ, എടാ അഭി, നീ അറിഞ്ഞു ഇവിടെ നന്ന പുകിലൊക്കെ? അപ്പോൾ അഭി പറയാ, കുറച്ചൊക്കെ ഞാൻ അറിഞ്ഞു. അനി അവൻ ആത്മഹത്യ ചെയ്യാൻ പോയല്ലേ എന്ന് ചോദിക്കാണ്. അപ്പം ജലജ പറയാ, അതെ അതെ, അവനെ റെയിൽവേ ട്രാക്കിൽ കൂടെ നടന്നു പോവായിരുന്നു. ആദർശം അതിനെ ആ കറക്റ്റ് സമയത്ത് കണ്ടതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ തീർന്നേനേന്ന് പറയാം. അപ്പം അഭി പറയാം, തീർന്നാലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ വീട്ടിൽ സംഭവിക്കണം, എന്നാലേ നമ്മുടെ വില ഇവിടെയുള്ളവർ അറിയുള്ളൂ എന്ന് പറയുമ്പോൾ ജലജ പറയാം, ശരിയാ, അതൊന്നും നടന്നിരുന്നെങ്കിലും ദേ അവളില്ലേ ആ അനാമിക, അവൾക്ക് തന്നെ ആയിരുന്നു ലാഭം. അവൾ തന്നെ ഇവിടുത്തെ സ്വത്തിൻ്റെ ഒരു വീതം അങ്ങ് കൊണ്ടുപോയേനെ എന്ന് പറയാണ്. അപ്പോൾ അഭി ചോദിക്കുക, അതെന്താമ്മേ, അവൾക്ക് അന്നേരം സ്വത്തൊക്കെ കൊടുക്കുമോ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി? അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ എന്ന് ചോദിക്കുക.
അപ്പം ജലജ പറഞ്ഞു കൊടുക്കുക, എടാ പൊട്ട, അവൾ ഇറങ്ങിപ്പോയെങ്കിലും അവൾ ഇപ്പോഴും അനിയുടെ ഭാര്യ തന്നെയല്ലേ. അവൻ മരിച്ചെന്നെങ്ങാനും അറിഞ്ഞ അവൾ കരഞ്ഞു തൂകി ഇവിടെ വന്നിരിക്കും. അവൻ്റെ ശവം കൊണ്ട് വെക്കുമ്പോഴേ അതിൻ്റെ മുമ്പിലിരുന്നൊന്ന് പൊട്ടിക്കരയും. അത് കഴിയുമ്പം ഇവിടെ എല്ലാവരും അവളെ അവൻ്റെ വിധവയായിട്ട് അങ്ങ് അംഗീകരിക്കും. ഈ വീട്ടിൽ ഒന്നെങ്കിൽ സുഖമായിട്ട് അവൾക്ക് കഴിയാം. പിന്നെ ചെറുപ്പക്കാരി ആയതുകൊണ്ടേ മുത്തശ്ശനും മുത്തശ്ശിയും പറയും അവളെ വേറെ വിവാഹം കഴിച്ചു വിടാൻ. പക്ഷേ ഇവിടെ അനിയുടെ വീതം വരുന്ന സ്വത്ത് അത് മുഴുവൻ അവക്കങ്ങ് പോകും. ഏതായാലും അവൻ അങ്ങനെയുള്ള അബദ്ധമൊന്നും ചെയ്യാത്തതുകൊണ്ട് അവൾക്ക് അത്രയും സ്വത്ത് കിട്ടിയില്ല. പറഞ്ഞു വരുമ്പോൾ നമുക്ക് കിട്ടുന്നതിലും കൂടുതൽ അവൾക്ക് കിട്ടിയേനെ. അതൊക്കെ തന്നെ ആ വേണുവിൻ്റെയും രേവതിയുടെയും അവളുടെയും ചിന്ത. നിനക്ക് മനസ്സിലായില്ലേ? അപ്പോൾ അഭി പറയാ, പിന്നെ എനിക്ക് മനസ്സിലായില്ലേ, അനാമികയുടെ മനസ്സിൽ എന്താണെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം. അവളും അവളുടെ അച്ഛനും അമ്മയൊക്കെ ഗജ ഫ്രോഡുകളാണെന്നേ, നമ്മളെക്കാളും വലിയ ഫ്രോഡുകളാ. അങ്ങനെയുള്ള ഒരു കൂട്ടരാ ഏതായാലും ഭാഗ്യത്തിന് അനന്തപുരിയിലേക്ക് കയറി വന്നത്. ഞാനല്ലേ അവളെ ഇളക്കി വിട്ട് ആദർശനെതിരെ തിരിച്ച് മാധ്യമങ്ങളിൽ ഈ ഇൻ്റർവ്യൂ ഒക്കെ കൊടുപ്പിച്ചത്. അതുകൊണ്ട് എന്താ ഗുണം? ആദർശ് 10 പേരുടെ മുമ്പിൽ നാണം കെട്ടല്ലോ. അതുപോലെ തന്നെ മുത്തശ്ശനും ഒരടി കിട്ടി. അതൊക്കെ ആവശ്യമായിരുന്നു. എന്നെ എപ്പോഴും എല്ലാവരുടെയും മുമ്പിൽ താഴ്ത്തി കെട്ടുന്നവർക്കുള്ള ഒരു പണി അനാമിക വഴി ഞാൻ കൊടുത്തതാ. ഇനിയും ഞാൻ അവളുടെ കൂടെ നിൽക്കും, ഈ കുടുംബത്തെ നാറ്റിക്കാൻ വേണ്ടി തന്നെ എന്ന് പറയാണ് കേട്ടോ നമ്മുടെ അഭി. അപ്പോൾ ജലജ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എടാ നീ നിൽക്കുന്നതൊക്കെ കൊള്ളാം, ഇത് നമുക്കൊരു റിവെഞ്ചായിട്ട് എടുക്കാം. പക്ഷേ നമ്മൾ അവസാനം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ട അവസ്ഥയൊന്നും വരരുത്. നീ നോക്കിയും കണ്ടും വേണം ചെയ്യാൻ. എല്ലാ പ്രാവശ്യത്തെ പോലെ പോയി കുഴിയിലൊന്നും ചാടിയേക്കരുതെന്ന് പറയാം. അപ്പോഴേക്കും അഭി പറയും, ഏയ് അഭി കളി തുടങ്ങിയിട്ടേ ഉള്ളൂ, എല്ലാവരും കാണാനിരിക്കുന്നേ ഉള്ളൂ അഭിയുടെ കളികൾ എന്നൊക്കെ ഇങ്ങനെ അഭി പറഞ്ഞ് ഭയങ്കര അഹങ്കരിക്കുകയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ആദർശ് എല്ലാവരുടെയും മുമ്പിൽ നാണം കെട്ട് നിൽക്കുകയാണ്. മാധ്യമങ്ങളിലൊക്കെ വന്ന ഇൻ്റർവ്യൂ ഒക്കെ കാരണം ചന്തുമോളുടെ അച്ഛൻ ആദർശാണെന്ന് എല്ലാവരും വിശ്വസിക്കുകയും ചെയ്തു. അപ്പോൾ അഭി രക്ഷപ്പെട്ടെന്നുള്ള ഒരു ചിന്തയിലാണ് കേട്ടോ. പക്ഷെ അഭിക്കുള്ള പണി അടുത്തത് തന്നെ അനഘ കൊണ്ടുവരുന്നുണ്ട്. അത് അഭി അറിയുന്നില്ലല്ലോ. അപ്പോൾ അഭി ആകെപ്പാട് അഭിയും ജലജയും ഭയങ്കര അഹങ്കാരത്തിലാണ് ജയിച്ചെന്നുള്ള ഒരു ഭാവത്തിൽ. എന്നാൽ പിറ്റേ ദിവസം നേരം വെളുത്ത് കഴിയുമ്പോൾ നമ്മുടെ അനിയുടെ മനസ്സിൽ മുഴുവൻ ചിന്ത എന്താണെന്ന് വെച്ചാൽ അനാമികയെ പോയി കാണണം, പോയി കണ്ട് ഡിവോഴ്സ് വാങ്ങണം, അവളുമായിട്ട് ഒരു ബന്ധം ഇനി വേണ്ട, അവൾ മനസ്സിൽ പോലും വേണ്ട എന്ന് വിചാരിക്കുക. അങ്ങനെ അനന്തപുരിയിൽ നിന്ന് ഇറങ്ങിപ്പോവാം. അപ്പം ഇറങ്ങിപ്പോകുമ്പം തന്നെ ജാനകി ചോദിക്കുന്നുണ്ട്, എടാ നീ എങ്ങോട്ടാ? ഇന്നലത്തെ പോലെ ഇനി വല്ല ആത്മഹത്യ ചെയ്യാനും പോവാണോ എന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, ഇനി ഞാൻ ആത്മഹത്യയുടെ കാര്യമൊന്നും ചിന്തിക്കുകയില്ല, അതോർത്ത് അമ്മ പേടിക്കുകയും വേണ്ട. എനിക്ക് വേറെ ചില ആവശ്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടത്. അതിനുവേണ്ടി ഞാൻ പോയെന്ന് വെച്ച് മരിക്കുമെന്നൊന്നും ഇവിടെ ആരും വിചാരിച്ചിരിക്കുകയും വേണ്ടെന്ന് പറഞ്ഞിട്ട് ആനി ഇറങ്ങി പോവാം. നേരെ ചെല്ലുന്നത് അനാമികയുടെ വീട്ടിലേക്കാണ്. അപ്പോൾ അനാമിക ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞു കേട്ടോ. ആനി റെയിൽവേ ട്രാക്കിലൂടെ നടന്നെന്നോ ആത്മഹത്യ ചെയ്യാൻ പോയെന്നോ ഒക്കെ. അപ്പോൾ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവൻ ചത്തില്ലല്ലോ എന്നാണ് വേണു പറയുന്നത്. മരിച്ചിരുന്നെങ്കിൽ നമുക്കായിരുന്നു ലാഭം, അത് നമ്മൾ പറഞ്ഞതല്ലേ, നമ്മൾ പറഞ്ഞ പോലൊക്കെ പോയെന്ന് പറയുമ്പം അനാമിക പറയാം, ഇതിന് നീ സാധ്യതയുണ്ട് അവൻ മരിക്കാനുള്ളത്, അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഇവരിയ്ക്കുന്ന സമയത്താണ് അനി അങ്ങോട്ട് ചെന്ന് കയറുന്നത്. അപ്പം വേണു പറയാം, ദേ വന്നല്ലോ അനി. ഇന്നലെ അനി എവിടെയോ റെയിൽവേ ട്രാക്കിൽ കൂടെ പോയെന്നോ മരിക്കാൻ പോയെന്നോ ഒക്കെ കേട്ടു. എന്താ അനി കാരണം? കാമുകിയുടെ വിവാഹം ആയതുകൊണ്ടായിരിക്കും, നന്ദുവിനെ മറ്റേ CA കൊണ്ട് കെട്ടിക്കാൻ പോകുന്നതുകൊണ്ടായിരിക്കും അല്ലേ എന്ന് ചോദിക്കുമ്പം പറയാം, ഞാൻ അതൊന്നും സംസാരിക്കാൻ വന്നതല്ല, അതെൻ്റെ കാര്യം. ഇപ്പം ഞാനിവിടെ വന്നത് അനാമികയുമായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം എന്ന് പറയാം. അപ്പോൾ വേണു രേവതിയും പറയാം, അല്ല നീ സംസാരിച്ചോ, എന്താണെന്ന് ഞങ്ങളും ഇവിടെ ഉണ്ടല്ലോ, ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയാം. അപ്പോൾ അനി പറയാം, എനിക്ക് ഒറ്റയ്ക്ക് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങളും കൂടി കേൾക്കേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. ഇനി ഈ ബന്ധം തുടർന്ന് പോകാൻ എനിക്ക് ഒരു താല്പര്യമില്ലെന്ന് പറയാം. അപ്പോൾ രേവതി പറയാം, അത് ഞങ്ങൾക്കും അറിയാം, നന്ദുവിനെ കെട്ടണം എന്നല്ലേ അനിയുടെ ആഗ്രഹം, അതുകൊണ്ടല്ലേ ഞങ്ങളുടെ മോളെ ഇങ്ങനെ ഇട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നതെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അനി പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ മോളെ എന്ത് ബുദ്ധിമുട്ടിച്ചെന്നാ? ഇവൾ എന്നോട് ചെയ്ത ദ്രോഹം വെച്ച് നോക്കുമ്പം അതൊന്നും അല്ലല്ലോ. ഇവക്ക് എൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യവും ഇല്ല, ഇവക്ക് വേറെ ആൾക്കാരുണ്ടെന്നുള്ള കാര്യം എനിക്കും അറിയാം. അതുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാവണം. എൻ്റെ ഭാര്യ എന്നുള്ളൊരു പദവി ഇവക്കിനി വേണ്ട. അതുകൊണ്ട് ഡിവോഴ്സിന് സമ്മതമാകണമെന്ന് പറയാണ്.
അപ്പോൾ അനാമിക പറയാം, ഞാൻ ഡിവോഴ്സ് ഒന്നും നിനക്ക് തരില്ല, തന്നിട്ട് വേണ്ടേ നിനക്ക് ആ നന്ദുവിനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവരാൻ, ഞാൻ സമ്മതിക്കില്ലെന്ന് പറയാം. അപ്പം അനി പറയാം, ഞാൻ നന്ദുവിൻ്റെ പുറകെ പോകുന്നില്ല, നന്ദുവിൻ്റെ വിവാഹം ഉറപ്പിച്ചെങ്കിൽ ആ വിവാഹം തന്നെ നടക്കും. പക്ഷേ അനാമിക എനിക്ക് ഡിവോഴ്സ് തരണം, അതിന് നഷ്ടപരിഹാരമായിട്ട് എന്ത് വേണമെങ്കിലും തരാമെന്ന് പറയുമ്പോൾ അനാമിക പറയാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ഒന്നും തന്നാൽ പറ്റില്ല, നല്ലൊരു ഓഹരി തന്നെ നീ തരണം, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഡിവോഴ്സ് തരാൻ എനിക്ക് മനസ്സിലെന്ന് പറയുമ്പം അനി പറയാം, നിനക്ക് മനസ്സിലെന്നൊക്കെ ചോദിച്ചിട്ട് അനാമിയുടെ കഴുത്തിൽ കിടക്കുന്ന താലിമാല വലിച്ചു പൊട്ടിക്കുക. എന്നിട്ട് പറയും, ഈ താലിമാല ഇനി നിൻ്റെ കഴുത്തി വേണ്ട, ഞാൻ നിൻ്റെ കഴുത്തി കെട്ടിയതല്ലേ ഇത് ഞാൻ തന്നെ വലിച്ചു പൊട്ടിച്ചെടുക്കുക, നീ എനിക്ക് ഡിവോഴ്സ് തരണം, നിന്നിൽ നിന്ന് എനിക്കൊരു മോചനം തന്നെ വേണമെന്ന് പറയാണ്. അതിന് നിനക്ക് എന്ത് വേണമെന്ന് പറഞ്ഞു, എത്ര കോടി രൂപ വേണമെന്ന് പറഞ്ഞാലും അത് തരാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ അനന്തപുരിയിൽ നിന്ന് നീ ഒഴിഞ്ഞു പോകണം, അത്രയ്ക്ക് നാണക്കേടാണ് ഞങ്ങളുടെ കുടുംബത്തിന് നീ ഉണ്ടാക്കിയത്. എൻ്റെ ആദർശേട്ടനെയും മുത്തച്ഛനെയൊക്കെ മാട്ടുകാരുടെ മുമ്പിൽ വലിച്ചു കീറാൻ ഇട്ട് കൊടുത്തവളല്ലേ നീ, ഇനി അനന്തപുരിയുടെ പടി കിടക്കാൻ നിനക്ക് യാതൊരു യോഗ്യതയില്ല. അതുകൊണ്ട് ദയവേത് എനിക്ക് ഡിവോഴ്സ് തരണം, അതിന് നഷ്ടപരിഹാരം എത്രയാണെങ്കിലും ഞാൻ തരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ആ മാലയൊക്കെ അങ്ങ് വലിച്ചു പൊട്ടിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ അനി. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്